ശരണ്യ ഇതെന്നാ പുറകാട്ടൊക്കെ നോക്കിക്കൊണ്ടാണ് ചെമ്മീൻ കിള്ളണ്? പിന്നെ ഇന്ന് ചെമ്മിക്കറിയാണോ നമുക്ക്? ചെമ്മീൻ കറി, ചെമ്മീൻ റോസ്റ്റ്. ആഹാ, അപ്പൊ ഇന്നത്തെ വീഡിയോ ചെമ്മിക്കറിയുടെ തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എങ്ങനെയാണ് മഞ്ഞക്കറി വെക്കണതാ? ആ, നമ്മള് തക്കാളിക്കറി വെക്കണ പോലത്തെ ചെമ്മീനും മാത്രമായിട്ട് കറി വെക്കണം. ഇത് ചെമ്മീനും ചക്കക്കുരുവും കൂടിയൊക്കെ ചെയ്യുമല്ലോ. ആ ചക്കക്കുരുവിന്റെ ഉടമ്പോ ഒരു ചിരിയേ. വടക്കം പൊട്ടണ്ടാന്ന് ഓർത്തിട്ട എന്റെ ശരണ്യ എന്താ വടക്കം ഇന്നത്തെ കമന്റ് മൊത്തം കണ്ടോ? ഉത്സവപ്പുറം ഉണ്ടോ, പൊട്ടിക്കാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് പറഞ്ഞു. അതൊക്കെ തമാശയല്ലേ? തമാശക്കെ ഞാനും പറഞ്ഞു. ഇന്ന് ചെമ്മീൻ മാത്രമല്ല അത് കാരണം. ചെവി ഇല്ല, പൊട്ടി പൊട്ടി. പിന്നെ ഇന്നലത്തെ വീഡിയോയില് ശരണ്യക്ക് എന്തോ ജാരല്ലേ, ക്ഷീണാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ അല്ലേ? എന്റെ കൂട്ടുകാരൊക്കെ ചൂടല്ലേ, ചൂടിന്റെ ഒരു മനുഷ്യൻ എണ്ണിച്ച് നടക്കാൻ മേലാത്തതിന്റെ ഇപ്പം തന്നെ അടച്ചു കൊടുത്തിട്ട് വേണം. അപ്പൊ അതിൻ്റെതാണ് ശരണ്യ. എന്തോ പിന്നെ വേറൊരു കാര്യമുണ്ട് ശരണ്യ. എന്താ? ഇന്നലത്തെ നമ്മുടെ ചക്കക്കുരു വടയുടെ വീഡിയോ ഇല്ലേ? ഇതെന്താണ് ചക്കക്കുരു എന്ന് നമ്മളെ ചിരി തുടങ്ങി. അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, ആ വീഡിയോയിൽ പറഞ്ഞ് ഷിജുവിൻ്റെ സംസാരം കുറക്കണം, ഷിജുവിൻ്റെ സംസാരം ഓവറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് സംസാരം അങ്ങോട്ട് അല്ല, ഞാനൊന്ന് കുറക്കാം, മാക്സിമം ശ്രമിക്കാം. നമുക്ക് ഞാൻ ഇച്ചിരി സംസാരം കുറക്കാൻ നിയന്ത്രിക്കാം അല്ലേ? അതെ, പക്ഷെ ഞാൻ സംസാരിച്ചു പോകുന്നു, ഞാൻ അങ്ങനെ ആയിപ്പോയി. കാരണം ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് തന്നെ നമ്മൾ ചാനലിൽ ഇടുന്നേ ഉള്ളൂ, അതേപോലെ. അതുകൊണ്ട് കൂട്ടുകാരെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അല്ലേ? അപ്പൊ ഇതൊന്ന് കിള്ളി വരട്ടെ. ഞാൻ കിള്ളി സഹായിക്കണം. ഇപ്പോഴല്ലേ ഞാൻ കണ്ടത്, ആണല്ലേ? അപ്പൊ കൂട്ടുകാരെ കണ്ടത് ശനി കിള്ളിയതൊക്കെ ഒന്ന് കാണിച്ച് പാത്രത്തിൽ കണ്ട് വേണ്ട, അടിപൊളിയായിട്ട് കിള്ളി ചിക്കൻ. ഇത് എന്തൊരു പാത്രമാണ് ശനി, അതിന് മൊത്തം തോരാണല്ലോ. ഇങ്ങനെയൊക്കെ കിള്ളാനും കഴുകാനൊക്കെ എടുക്കണം. ഉപയോഗിക്കുന്ന പാത്രമല്ല അല്ല. എല്ലാ പാത്രത്തിലും ഉറുമ്പുനാറ്റം പറ്റില്ലേ, അതിന് വേണ്ടി പ്രത്യേകമുള്ള പാത്രങ്ങളാ. എന്നാ ഇത് വെട്ടിയെടുക്കേ. വെട്ടിയല്ല, കിള്ളി. നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ മിക്സിയിൽ അരച്ചണ്ടിരിക്കണം. എന്തിനാണ്? ചെമ്മീൻ കറി വെക്കാൻ അരച്ചണ്ടിരിക്കണം. ചെമ്മീൻ അച്ഛൻ അവിടെ നിന്ന് ഫോൺ ചെയ്യണമുണ്ട് അല്ലേ? അച്ഛൻ ഫോൺ ചെയ്യുന്നുണ്ട്, ഞാൻ അരക്കാണ്. ശരണ്യ ചെമ്മീൻ കിള്ളുന്ന് അങ്ങനെ അതെ. നമ്മുടെ കാരസേവ ഇല്ലേ, അത് ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ചെന്ന് നോക്കിയപ്പോൾ ശരണ്യ ചെമ്മീൻ കിള്ളുന്നത് കണ്ടത്. കൂട്ടുകാരെ, അങ്ങനെ അതെ അച്ഛൻ ഇരുന്ന് കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ മൊബൈലിലെ കണക്ക് കൂട്ടിയ ഒരു ഹായ് കൊടുത്ത് കൂട്ടുകാർക്ക്. അങ്ങനെ ഞാനേ കാരസേവ വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശരണ്യ അവിടെ ചെമ്മീൻ കിള്ളണ കണ്ടത്. എന്നാ ഞാനോർത്തേ ചെമ്മീന്റെ വീഡിയോ തന്നെ ഇന്ന് ആയിക്കോട്ടെ. അല്ല, മഞ്ഞക്കറി അമ്മയോട് പറയാം, അമ്മ അരച്ചണ്ടിരിക്കണം. ഇനിയിപ്പോ അരച്ചെന്ന് തോന്നുന്നു. എന്നാ അച്ഛന്റെ കണക്ക് തെറ്റണ്ട. അതെ 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 അതെ. ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമായി നടക്കട്ടെ. ഞാൻ ഈ ഒരു ചെറിയൊരു പരിപാടി കണക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറയാം കേട്ടോ. അങ്ങനെ അതെ അമ്മതെ അരച്ചു കഴിഞ്ഞപ്പോ കോവക്കയുടെ പരിപാടിയിലേക്ക്. അപ്പൊ അതെ അതെ, ഇത് കണ്ടാ കൂട്ടുകാർ നമ്മുടെ സ്വന്തം കോവക്കായ. അപ്പൊ കോവക്ക മെഴുക്ക് വരട്ടിയും തക്കാളി ചാറും
തക്കാളിയല്ല, തക്കാളിയല്ല, ചെമ്മീൻ ചാറ്. ചെമ്മീൻ ചാറും ചെമ്മീൻ റോസ്റ്റും. ആ കൂട്ടുകാരെ, അങ്ങനെ അതെ അമ്മയും മകളും കൂടി പാചകത്തിലാണ്. ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞില്ലേ ശരണ്യ? ഞാനേ ആ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നില്ല. ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയാം. എന്താ എന്താ കിള്ളി വന്നപ്പോൾ കുറവാണ് കുറവാ അല്ലേ? ചാറ് പിന്നെ ചാറിനൊന്നും കാണത്തില്ല. അപ്പോൾ അത് കാരണം ഈ ചെമ്മീൻ റോസ്റ്റ് മാറ്റി, റോസ്റ്റ് മാറ്റി ഇപ്പൊ ചാറാക്കി. ചെമ്മീൻ കറി, കോവയ്ക്ക മെഴുക്ക് വരട്ടി. അത് മാത്രമേ ഉള്ളൂ. മതി, 2 ഐറ്റമൊക്കെ മതിയെന്നേ, ഒത്തിരിയൊന്നും വെക്കണ്ട. ഒന്നാമത് ഈ ചൂടാണ്. എത്രയും വേഗം അടുക്കള ഇറങ്ങണം. നമുക്ക് വാതിക്ക മുറിയിലായിട്ട് പോകാം. ശരണ്യ, ഉണ്ടോ ഇന്നേ ഉണ്ടോ? നമ്മുടെ വീഡിയോയുടെ തുടക്കം ആരെയും സ്വാഗതം പറഞ്ഞില്ലല്ലോ. അയ്യോ പറഞ്ഞ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചാനലിന്റെ സ്വാഗതം. ആണ്. പിന്നെ ചട്ടിയിലൊക്കെ വെച്ചല്ലേ? ഈ നേരം എന്താണെന്നറിയാവോ? ഇത് ഞാൻ അരപ്പ് വെള്ളം ഒഴിച്ചത്. അമ്മ തേങ്ങ അരച്ച അരപ്പ് വെള്ളമാണ് ഇതിലൊഴിച്ചത് അല്ലേ? അതാണ് ഈ വെള്ള കളറിൽ കിടക്കണമെന്നാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ഉടുമ്പൊന്നും അല്ല കേട്ടോ. അപ്പൊ അത് ശരണ്യ പ്രത്യേകം പറഞ്ഞിരിക്കുക, ഈ വെള്ള കളർ അതാണ്. കൂട്ടുകാരെ, അപ്പൊ ഇരുന്നൊന്ന് പറ്റട്ടെ. പറ്റിക്കഴിയുമ്പോ കാണിച്ചു തരാം ചെമ്മീൻ കറി എങ്ങനെയാന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കും കമന്റ് ചെയ്യണം, എനിക്ക് അറിയാവുന്നത് ഞാനും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാരും അതുപോലെ ചെയ്യണേ. ഇപ്പൊ നമുക്ക് 2 മാങ്ങ ഇരിപ്പ്, നമുക്ക് ചെത്തിയാലോ? എന്നാ മാങ്ങ? പഴുത്ത മാങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പഴുത്ത മാങ്ങയാണ്. ഈ ചൂടിന് അടിപൊളിയാണ്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. വീട്ടിൽ 2 ഉള്ളൂ. എന്നാ ആ തൊലിയെ തന്നെ സാധനം എടുക്കുക, ഞാൻ ചെത്തിത്തരാം. ചോദിക്കട്ടെ അച്ഛനോട്. നോ, തോളി ചത്തുന്ന സാധനം എന്തിയെ? റെഡിയാ? ആ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? സ്റ്റാൻഡാ? അല്ല, ഇവിടെ ബ്രിഡ്ജിന്റെ പൊക്കത്തിൽ കാണും. ബ്രിഡ്ജിന്റെ പൊക്കത്തിൽ നോക്കിയേ. നോക്കി കേൾക്കത്തില്ല. ഫ്രിഡ്ജിന്റെ പൊക്കത്തിലുണ്ടല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നമ്മള് മാങ്ങ കാണിച്ചു തരാം. അച്ഛാ, ഈ തൊലിയൊന്ന് ചെത്തിക്കൊടച്ച. തൊലിയെത്താനാ? അല്ലേ, അതിന് തൊലിയത്ര സാധനം ചോദിച്ചും പിന്നെ ഉടനെ അല്ല, അച്ഛൻ വന്ന സ്ഥിതിക്ക് അച്ഛനെ കൊണ്ട് തൊലി ചെത്തിക്കത്. പഴുത്ത മാങ്ങ, പഴുത്ത മാങ്ങ അടിപൊളി. എന്നാ അപ്പൊ ഒന്ന് ചെത്തി തന്നേക്കാൻ ശരണ്യ. എന്നാ ഞാൻ കൊറേ നേരമായിട്ട് ഇത് നീട്ടി പിടിക്കുന്നു. ഞാൻ ഇതിന്റെ കൈയൊക്കെ ഒന്ന് കഴുകിക്കോട്ടെ. സൂപ്പർ മാങ്ങയാണ് കേട്ടാ. ശരണ്യ മാങ്ങേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. അമ്മേനെ കാണിക്കുന്നു. പാത്രം ഒരു കൊട്ടയിലാക്കോട്ടെ എടുക്കാം. ഇതിനകത്ത് എത്തിയില്ലേ വേസ്റ്റ്. വേസ്റ്റ് നല്ല കളറുണ്ടല്ലേ? കൊള്ളാം, നല്ല വാങ്ങണം. ഇങ്ങനെ അതാ തിരിച്ചാ എളുപ്പം ചെത്തിയുണ്ട്. അങ്ങനെ നമ്മുടെ അമ്മയും കൂടി മാങ്ങ കണ്ടപ്പോ അമ്മയും കൂടി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? എന്നാണ്? ഓ, കൂട്ടുകാരോട് ഒച്ചയെ പറ. എന്നാണ്? എന്തോ പറഞ്ഞു അവിടെ. മാങ്ങ എന്റെ കയ്യിൽ തന്നെ, ഇത് പിടിച്ചോളാൻ പറഞ്ഞു. അത് പിടിച്ചോന്ന് പറഞ്ഞു. എന്തോ എടുക്കാൻ പോയിരിക്കും ശരണ്യ. പാത്രം എടുക്കാൻ പോയത് എന്റെ തന്നെ. എന്തോ കോവക്കയുടെ കാര്യം ഏതാണ്ട് ശരണ്യ പറഞ്ഞു. ഞാനത് കേട്ട്. കൂട്ടുകാരെ നേരത്തെ ചെത്തി കൊടുത്തോട്ടെ. ശരണ്യക്കറിയാൻ മേലെ? ശരണ്യക്കറിയാം. ആണോ? അങ്ങനെ കണ്ട വീട്ടുകാരി നല്ല സൂപ്പർ മാങ്ങ. എല്ലാരും കൂടി ഉള്ളപ്പോ ചെത്തല്ലാന്ന് ഓർത്തതാണ് അല്ലേ? കൈ സൂക്ഷിക്കണം കേട്ടാ ശരണ്യ. വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ 2 കൂടി ചെത്തി തിന്നാണ്. നിങ്ങളും കൂടി വന്നിട്ട് 2 പേരും കൂടി ഉള്ളപ്പോ ചെത്തല്ലാന്ന് ഓർത്താ. ഇതാ അങ്ങനെ ശരണ്യ ചെത്തുന്നു. അതിന്റെ ഇടക്ക് ഇത് അതെന്നാണ് തിന്നണത്? വീണ്ടും എന്താ ഒരുപാട് എനിക്ക് വേറെ പണിയുണ്ട്.
അതിന് മാങ്ങാണ്ടി എടുത്ത് ചപ്പാൻ വേണ്ടിയല്ലേ? അത് ഇത് കണ്ട ഞാൻ ഇത് അപ്പൊ ഓരോ പീസ് എടുത്ത് അമ്മേ ശരണ്യ ഞങ്ങൾക്ക് ഓരോ പീസ് എടുത്തതാ. അതെ അടിപൊളി മാങ്ങായാണ്. അപ്പൊ ഒരു പണി ചെയ്യാം. ക്യാമറാമാന് വേണ്ടെന്നാ പറഞ്ഞു. കാരണം പഴുത്തൊന്ന് കഴിക്കാൻ ഒരു കഷ്ണം തിന്നും ഞാൻ ഇപ്പൊ എടുത്തോളാം. അല്ലെ എന്റെ കയ്യിലായില്ലേ, അതുകൊണ്ടാ. അപ്പൊ അടിപൊളി മാങ്ങയാണ്. അപ്പൊ ഇനി മാങ്ങ തിന്നിട്ട് ബാക്കി പാചകത്തിലേക്ക് ഉള്ളു. ഈ സമയത്ത് ശരീരമൊക്കെ ഒന്ന് തണുത്തിട്ട് ഈ ചൂട് കാലത്ത് അതെ, പഴവർഗ്ഗങ്ങൾ തന്നെ കഴിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2 മാങ്ങ ചെത്തി തിന്നിയാണ് മക്കൾ വന്ന മക്കൾക്കും തരാം. അല്ലേ തന്നെ പോരി വെന്താ നോക്കട്ടെ. വെന്തില്ല. വെന്ത് വരുന്നതേ ഉള്ളു. മാങ്ങ തിന്നാൻ എല്ലാവർക്കും താല്പര്യം. പക്ഷെ പല്ലിന്റെ ഓട്ടിക്കറി പിന്നെ ഭയങ്കര മാങ്ങ തിന്ന ഈ പല്ലിന്റെ ഇടക്കൊക്കെ കയറും. അപ്പൊ ഇനി ഇത് വേണ നേരത്ത് നമുക്ക് കോവയ്ക്ക അരിഞ്ഞേക്കാം അല്ലേ? അതെ, നമ്മുടെ ശരണ്യ കോവയ്ക്ക അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ വേറൊന്നും കൊണ്ടല്ല, ഞാൻ മറ്റേ ഇതുമേൽ അരിയാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കുകയല്ല. കട്ടി കുറഞ്ഞിരിക്കും. ഇത് അത്യാവശ്യം കട്ടി വേണോന്നൊക്കെയാണ് ശരണ്യ പറയുന്നത്. അപ്പൊ നമ്മുടെ ചെമ്മീനൊന്നും ആയിട്ടില്ലല്ലേ, പറ്റിക്കൊണ്ടേയിരിക്കും. ആ ചെമ്മീൻ അല്ലെങ്കിൽ അടിപ്പിക്കുന്ന അറിയത്തില്ല, വെള്ളം പറ്റിയല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ശരണ്യ അതെ ചെമ്മീനൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അരച്ചു വെച്ച്. നേരാണ്, അമ്മ അരച്ചായിരുന്നല്ലോ. ഓക്കെ, ലേക്ക് ഇടാം. അങ്ങനെ ചെമ്മീനിലേക്ക് നമ്മുടെ അരപ്പിട്ട് ഇനി അതൊന്ന് കുലുക്കി ഒഴുക്കിയാണ് അല്ലേ. ഓ, എന്റെ പിശുക്കി സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മതിയാ? മതിയെങ്കിൽ മതി. ശരണ്യല്ലേ ഇതൊക്കെ ചെയ്യണത്. തീ കത്തിച്ചില്ല. പിന്നെ മറ്റേതന്നെ കോവയ്ക്ക ഇരുന്ന് വെന്തണ്ടിരിക്കുന്നു അല്ലേ. ഒരടപ്പയിൽ നിന്ന് അടുത്ത അടപ്പയിലാട്ട് പോയി ശരണ്യ. ഇനി അതും വേകണം അല്ലേ. എല്ലാം എവിടം വരെ ആയി ശരണ്യ? കടുക് വറുത്ത് കടുക് വറുത്ത് അത് ഒഴുക്കിയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് വരുവുള്ളൂ അല്ലേ. അപ്പൊ അതിങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ ചെമ്മീൻ കറി രുചിയും കാണാനും ഭംഗി. നന്നായിട്ട് ഇളക്കണ്ടേ? പാത്രം വെക്കാൻ പോകുന്നതാണല്ലേ. അത് നേരം. അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡിയായി. നമ്മുടെ കോവയ്ക്കയും കൂടെ റെഡിയായി. കൂട്ടുകാരെ, എന്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. കോവക്ക മെഴുക്കുവരട്ടി. നല്ല അടിപൊളി കോവക്ക മെഴുക്ക് വരട്ടിയാണല്ലേ. നമ്മള് കുറച്ചേ ചെയ്തുള്ളൂ. പിന്നെ എല്ലാം ഒന്നുകൂടി കാണിച്ചു തരും. പിന്നെ വേറെ എന്തോ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ മുളകുണ്ട് കണ്ട. എന്തുണ്ടെങ്കിലും നമ്മുടെ മുളകുണ്ടെങ്കിൽ അതിന്റെ ചൂരയും വറുത്താ ഇതിന്റെ ഇടക്ക്. കണ്ട, ശരണ്യൊക്കെ മാത്രം 2 കഷ്ണം ചൂര വറുത്തു. പിന്നെ നമ്മുടെ ചെമ്മീൻ കറി. ചെമ്മീക്കറി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് എല്ലാവരും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോക്ക് ബൈ.